രൗദ്രതാണ്ഡവം. രചന അവതരണം നന്ദു അച്ചു കൃഷ്ണ. ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരിനൊപ്പം ഒരായിരം തവണ അവളുടെ ചുണ്ടുകൾ തന്റെ മുഖമാകെ ഒഴുകി നടക്കുന്നുണ്ട്. ഏങ്ങലടിച്ച് കരയുമ്പോഴും അവളുടെ സങ്കടം മറയ്ക്കാനെന്ന പോലെ ചെയ്യുന്ന കാട്ടിക്കൂട്ടലുകളൊക്കെ അവൻ കണ്ണടച്ചിരുന്നു കൊടുത്തു. ഇടയ്ക്കൊന്ന് കണ്ണു തുറന്നവൻ നോക്കി ചുവരിലേക്ക് നോക്കുമ്പോൾ സമയം 4:30 കഴിഞ്ഞിട്ടുണ്ട്. അവന്റെ നോട്ടത്തിനെ പിന്തുടർന്നു പോയ കണ്ണുകൾ അവനൊപ്പം തന്നെ ചുവരിലെ സമയം അറിയുമ്പോൾ അവളുടെ വിരലുകൾ പിന്നെയും ആ കഴുത്തിന് ചുറ്റും മുറുകി. ഒപ്പം വീണ്ടും അവൾ അവന്റെ നെഞ്ചിലേക്ക് ഒളിച്ചു. പെണ്ണിന്റെ കരച്ചിൽ കാണുമ്പോൾ തോന്നുന്ന ദേഷ്യം മുഴുവനും കൈമുഷ്ടി ചുരുട്ടി അടക്കി പിടിച്ചവൻ. അവൾ അമർത്തി കടിച്ചതിന്റെ വേദനയിൽ പിന്നെയും കണ്ണുകൾ ഇറുക്കി അടച്ചു. താൻ ആ മുഖത്ത് നോക്കി ഒന്ന് ഒച്ചയെടുത്താൽ, അല്ലെങ്കിൽ ഒന്ന് കടുപ്പിച്ചു നോക്കിയാൽ അവൾ ഈ കരച്ചിൽ നിർത്തുമെന്ന് അറിയാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ ഇപ്പോഴുള്ള സങ്കടത്തിന് പുറമെ ഒന്നുകൂടി അവൾക്ക് കൊടുക്കാൻ വയ്യാത്തത് കൊണ്ട് മാത്രമാണ്. നേരം ഒരുപാടായി. ഇത്തിരി നേരമെങ്കിലും ഒന്ന് കിടക്കണ്ടേ മോളെ? തന്റെ മടിയിലിരിക്കുന്ന മുഖം അല്പം ഉയർത്തി ചോദിക്കെ ആ കണ്ണുകൾ പിന്നെയും നിറഞ്ഞു. പിന്നെ വേണ്ടാന്നുള്ള രീതിയിൽ അത് തല വിലങ്ങനെ ആട്ടി. അപ്പോ ഈ രാത്രിയും മുഴുവൻ ഉറങ്ങാതിരിക്കാനാണോ നിന്റെ പരിപാടി? അവളുടെ ആ കണ്ണു തുടച്ചുകൊണ്ട് മടിയിൽ നിന്നും ബെഡിലേക്ക് കിടത്താൻ നോക്കിയതും അവള് പിന്നെയും അവനെ കഴുത്തിൽ വട്ടം കെട്ടിപ്പിടിച്ച് തന്റെ ശരീരം അവനിലേക്ക് അമർത്തി വെച്ചു. അതുവരെ അവരെ ചുറ്റിയിരുന്ന അവളുടെ ധാവണിയുടെ നേർത്ത ആവരണം കൂടി 2 പേരിൽ നിന്നും ഒഴുകി കട്ടിലേക്ക് വീണു. നാളെയാണ് 4-മത്തെ ദിവസം. ക്യാമ്പ് കഴിഞ്ഞ് അവളെ വീട്ടിലേക്ക് എത്തിക്കേണ്ട ദിവസം. കഴിഞ്ഞുപോയ 3 ദിവസങ്ങൾ. 3 ജന്മങ്ങൾക്ക് നൽകാൻ കഴിയാത്ത പ്രണയം പരസ്പരം നൽകി അവരൊരു മനസ്സും ഒരു ശരീരവുമായി കഴിഞ്ഞ നിമിഷങ്ങൾ. തന്നെ താലി കെട്ടിക്കഴിഞ്ഞു മുതൽ താൻ അറിയുന്ന വംശി മറ്റൊരാളായിരുന്നുവെന്ന് അവൾക്ക് തോന്നുമാറ് അത്രയും മനോഹരമായ ഓരോ ഓർമ്മകളും. ഒരുമിച്ചുണ്ടും ഒരുമിച്ചുറങ്ങിയും ഒരേ പുതപ്പിനടിയിൽ വിയർത്തൊട്ടി ഒരേ ശരീരമായി മാറിയതൊക്കെ ഇവിടെ വെച്ചാണ്. നാളെ രാവിലെ പോകണമെന്ന് കേട്ടപ്പോൾ തുടങ്ങിയ കരച്ചിലാണ്. ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരം അവൾക്ക് പോയാൽ മതി. പക്ഷെ രാവിലെ തന്നെ വംശിക്ക് തിരികെ ബാംഗ്ലൂർ പാർത്ഥനെ ജോയിൻ ചെയ്യണം. ഇത്രയും ദിവസം കൊണ്ട് വീട്ടിലിരുന്ന് മാനേജ് ചെയ്ത പോലെ ഇനി മുന്നോട്ട് പറ്റില്ല. പ്രോജക്റ്റിന്റെ സബ്മിഷനും ഡീറ്റെയിലും എല്ലാം ഇനിയുള്ളത് വംശിയുടെ കയ്യിലാണ്. സോ നാളെ രാവിലത്തെ ഫ്ലൈറ്റ് ക്യാച്ച് ചെയ്തേ പറ്റൂ. അതറിഞ്ഞപ്പോൾ തുടങ്ങിയ കരച്ചിലാണ്. അവൾ കരയുന്നത് ശരിക്കും പറഞ്ഞാൽ വല്ലാത്ത ഇറിറ്റേഷനാണ്. അതാണ് കരഞ്ഞു തുടങ്ങിയപ്പോഴേ ഒച്ചയെടുത്തത്. അപ്പൊ പിന്നെ ഏട്ടന് തന്നെ ഇഷ്ടമല്ല, സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് കരച്ചിൽ ബാക്കിയാക്കിയത്. അവസാനം പിന്നെ അവൾക്ക് സമാധാനം കിട്ടാൻ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എന്നൊരു ചിന്താരീതിയിലേക്ക് എത്തി മാറിയവൻ. 3 ദിവസം കൊണ്ട് ഒരു പെണ്ണുണ്ടാക്കിയ മാറ്റം. അവളുടെ വാശികൾക്കൊക്കെ സ്വയം വിട്ടു നൽകിക്കൊണ്ട് വംശി അവളെ പൊതിഞ്ഞിരുന്നു. കരഞ്ഞു കരഞ്ഞാണെന്ന് തോന്നുന്നു പെണ്ണ് നെഞ്ചിലേക്ക് മയങ്ങിക്കിടപ്പുണ്ട്. അവളുടെ ഉറക്കം മുറിയാതെ മെല്ലെ കട്ടിലേക്ക് കിടത്താൻ നോക്കിയതും പെണ്ണ് പിന്നെയും കുറുകിക്കൊണ്ട് നെഞ്ചിലേക്ക് ഒട്ടിപ്പിടിച്ച് വയറ്റിൽ മുഖം അമർത്തി. കഴിഞ്ഞ 3 ദിവസങ്ങളിലും ഇതാണ് അവസ്ഥ. ഈ മുറിയിൽ നിന്നും പുറത്തിറങ്ങാതെ പോലും കഴിച്ചുകൂട്ടിയ മണിക്കൂറുകൾ. അവളുടെ പിണക്കവും ഇണക്കവും കൊഞ്ചലും കുറുകലും വേഴ്ചകളുമൊക്കെയായി തങ്ങളുടെ ലോകം ഈയൊരു മുറിയായി മാറിയിരുന്നു. അവൻ ആ മുറിയിൽ ആകെ കണ്ണോടിച്ചുകൊണ്ട് സൈഡിലേക്ക് നോക്കിയപ്പോഴാണ് പാതിയിലധികം തീർന്നു പോയൊരു കവർ കാണുന്നത്. ഇന്നലെ വാങ്ങിയതാണ്. കുറുമ്പും കുസൃതിയുമായി അടുക്കലേക്ക് ചെല്ലുമ്പോൾ വേണ്ടാന്ന് പറയുന്നവൾ തന്നെയായിരിക്കും തന്റെ ഒരു തലോടലിനും ചുംബനത്തിനും അപ്പുറം സ്വയം മറന്നുകൊണ്ട് തന്നെ അവളിലേക്ക് ക്ഷണിക്കുന്നത്. അങ്ങനെ എത്ര തവണ. കുഞ്ഞാണവൾ. ഈ സമയത്ത് ഒരു കുഞ്ഞൊന്നും അവളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രം എടുത്ത പ്രൊട്ടക്ഷൻ. അവനത് കൈനീട്ടിയെടുത്ത് ഡ്രോയറിനുള്ളിലേക്ക് തന്നെ വെച്ചു. കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് ഷോർട്സ് തപ്പിയെങ്കിലും കിട്ടിയില്ല. അവിടുന്ന് നേരെ ബാത്റൂമിലേക്ക് പോയി ഫ്രഷ് ആയി വന്നവൻ കാണുന്നത് ബ്ലാങ്കറ്റ് പുതച്ച് അതിൽ മൂടിക്കിടക്കുന്നവളെയാണ്. അവൻ ക്ലോക്കിലേക്ക് നോക്കി. സമയം കുറവാണ്. എങ്കിലും ഉള്ള സമയം അവൾക്കൊപ്പം വേണമെന്ന് തോന്നി അവനും അതിനുള്ളിലേക്ക് നുഴഞ്ഞു കയറി. ഒപ്പം അവന്റെ ചൂടറിഞ്ഞെന്ന പോലെ പെണ്ണവന്റെ നെഞ്ചിലേക്ക് ചരിഞ്ഞു കിടന്നു. ആരോടോ ഉള്ള വാശി തീർക്കുന്ന പോലെ ചുരിദാറിന്റെ ഷോളിൽ പിടിമുറുക്കി കൊഴിഞ്ഞു നിൽക്കുകയാണ് പെണ്ണ്. എന്തൊക്കെ ചോദിച്ചിട്ടും മറുപടിയില്ല. വംശിക്ക് ദേഷ്യം വരാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. ഒന്നാമത് അവളെ വിട്ടു പോകാൻ മനസ്സ് കടിപിടി കൂട്ടിക്കൊണ്ട് നിൽക്കുകയാണ്.
പക്ഷെ പ്രോജക്റ്റിന്റെ കാര്യം ആലോചിക്കുമ്പോൾ പോകാതെയും വയ്യ. അതിന്റെ ഒപ്പം അവളും കൂടി പിണങ്ങിയതും വംശിയുടെ ദേഷ്യം വീണ്ടും പണ്ടത്തതിന്റെയും പിന്നത്തെയായി. എന്തടി, നിന്റെ നാവിറങ്ങിപ്പോയോ? എത്ര നേരം കൊണ്ട് ഓരോന്ന് ഞാൻ ചോദിക്കുക. അവളെ നേരെ പാഞ്ഞെത്തി കവിൾ കുത്തിപ്പിടിച്ച് മുഖം തനിക്ക് നേരെയാക്കി ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുനീരവൻ മനഃപൂർവ്വം കണ്ടില്ലെന്ന് വെച്ചു. നോക്ക് ധാത്രി, മര്യാദയ്ക്ക് നീ എന്നോട് സംസാരിച്ചില്ലെങ്കിൽ സത്യമായിട്ടും അവിടെ ചെന്നാലും ഞാൻ നിന്നെ വിളിക്കില്ല, കേട്ടല്ലോ? എനിക്കറിയാം, അല്ലെങ്കിൽ വിച്ചേട്ടൻ എന്നെ ഇഷ്ടമല്ല. വിതുമ്പിയ ചുണ്ടിൽ വന്ന തേങ്ങലടക്കാൻ കഴിയാതെ അവള് വിമ്മിയതും വംശി അവളെ അടക്കി കെട്ടിപ്പിടിച്ച് ചുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങി. ഒരു തരം വാശി തീർക്കാൻ എന്ന പോലെ അവളെ വേദനിപ്പിച്ച് ചുണ്ട് കടിച്ചു പൊട്ടിച്ചു. ഒപ്പം സ്ലിറ്റിനുള്ളിലൂടെ കയറിയ കയ്യിൽ അവളുടെ വയറ്റിൽ അമർത്തി വേദനിപ്പിച്ച് തന്നെ നുള്ളിപ്പറിച്ചു. നിന്ന നിൽപ്പിൽ സ്വർഗം കണ്ടുപോയവൾ. അവളുടെ ദേഷ്യമത്രയും തീർക്കും പോലെ ചുംബിച്ചതാണെങ്കിലും ശരിക്കും വംശിയുടെ സങ്കടമായിരുന്നു അതെല്ലാം. ആകെ തളർന്ന് ഭിത്തിയിലേക്ക് ചേർന്ന് നിന്ന പെണ്ണിനെ അവൻ വലിച്ച് തനിക്കരികിലേക്ക് നിർത്തി. നീ പറഞ്ഞ നേരാണ്, വംശിക്ക് നിന്നെ ഇഷ്ടമല്ല, അതുകൊണ്ടാ നിന്റെ കഴുത്തിൽ ഇത് കിടക്കുന്നത്. കയ്യിലിരിക്കുന്ന ഫോണിലേക്ക് നോക്കി അവളുടെ കണ്ണ് പിന്നെയും നിറഞ്ഞൊഴുകി. വംശി പോയിട്ട് ഇന്ന് 3 ദിവസമായി. ചെന്നപ്പോൾ അവിടെ എത്തി എന്നൊരു മെസ്സേജ് ഒഴികെ ഇതുവരെ താൻ അയച്ച ഒരു മെസ്സേജുകളും അവൻ വായിക്കുന്നു എന്നല്ലാതെ ഒന്നിനും മറുപടി തന്നിട്ടില്ല. തന്റെ ഓരോ മെസ്സേജിനും ബ്ലൂടിക്ക് വീഴുമ്പോൾ നേരം അത്രയും അതിലേക്ക് നോക്കിയിരിക്കും. പക്ഷെ തിരിച്ചൊരു മെസ്സേജ് അതുണ്ടാകില്ലെന്നറിയാം. കാരണം അത്രത്തോളം ദേഷ്യപ്പെട്ടാണ് അവൻ ഇറങ്ങിപ്പോയത്. ആളെ പിരിയുന്നതിന്റെ ദേഷ്യത്തിൽ താനും ഒട്ടും കുറച്ചില്ല. അവസാനം വിച്ചേട്ടന് തന്നോടുള്ള ഇഷ്ടമൊക്കെ തീർന്നതുകൊണ്ട് തന്നെ ഇട്ടിട്ട് പോവുകയാണ് എന്നൊരു വാക്ക് നാവിൽ നിന്ന് വീണുപോയി. താനല്ലാതെ മറ്റാരായിരുന്നു അത് പറഞ്ഞതെങ്കിലും ആ നിമിഷം അവിടെ തീർന്നേനെ. കാരണം തന്നെ തൊടാൻ വയ്യാത്തത് കൊണ്ട് തന്നെ ഏതാണ്ടൊക്കെ ഒരുപാട് സാധനങ്ങൾ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചിരുന്നു അപ്പോഴേക്കും. അങ്ങനെ തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഇറങ്ങിപ്പോയതാണവൻ. അവളുടെ കണ്ണുനീരിൽ പിന്നെയും ആ തലയണ കുതിർന്നു. നീ എന്താ പെണ്ണെ, ഇടിയപ്പത്തിന്റെ നൂലെണ്ണി കളിക്കുകയാണോ? കൈത്തൊടിയിൽ കിട്ടിയ അടിയിൽ ഞെട്ടി നോക്കിയവൾ കാണുന്നത് ദേഷ്യം കൊണ്ട് കലി പൂണ്ട് നിൽക്കുന്ന കല്യാണിയമ്മയാണ്. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത് കണ്ടുകൊണ്ടാണ് ദേവമ്മ അടുക്കളയിലേക്ക് ചെന്നത്. എന്താ കല്യാണിയമ്മേ, എന്തിനാ ഈ വഴക്കും ബഹളവും? കുഞ്ഞ് നോക്കിക്കേ, ആകെ എടുത്തത് 2 ഇടിയപ്പമാണ്. അത് നുള്ളി നീക്കി ഇടുന്നതല്ലാതെ അവളുടെ വയറ്റിലോട്ട് ഒരു കഷ്ണം പോലും പോയിട്ടില്ല. കുറച്ച് ദിവസമായി ഇത് തുടങ്ങിയിട്ട്. ഇവളെന്തുവാ പട്ടിണി കിടന്ന് മരിക്കാൻ പോകുവാണോ? ചോദിച്ചുകൊണ്ട് പിന്നെയും അവളെ തല്ലാൻ പോയതും ദേവമ്മ വട്ടം കയറി പിടിച്ചു. ചുമ്മാതിരിക്ക് കല്യാണിയമ്മേ, ഇത്ര വലിയ പെങ്കൊച്ചിനെയാണോ ഈ തല്ലാൻ നോക്കുന്നത്? അവളെ പൊതിഞ്ഞു പിടിക്കുന്നതിനോടൊപ്പം അവരൽപ്പം ദേഷ്യത്തോടെ കല്യാണിയമ്മയെ നോക്കി. കുഞ്ഞെ, അവൾ കഴിക്കാത്തതുകൊണ്ട്, അവരോട് മറുപടി പറയാൻ കഴിയാത്തത് കൊണ്ട് മാത്രം കല്യാണിയമ്മ പിന്നീടൊന്നും സംസാരിച്ചില്ല. നീ വാ, പുറത്ത് എന്റെ കൂടെ കഴിക്കാം. ഒരു കൈയിൽ അവളുടെ പാത്രവുമായി മറു കൈയിൽ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദേവമ്മ അവളുമായി ഡൈനിങ്ങിൽ വന്നിരുന്നു. കഴിക്ക്. എന്തു പറ്റി നിനക്ക്? 2 ദിവസമായി ഞാനും ശ്രദ്ധിക്കുന്നു. വിശപ്പില്ലാഞ്ഞിട്ടാണ്. അവളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നവർക്ക് മറുപടി പോലെ പറഞ്ഞുകൊണ്ട് എങ്ങനെയൊക്കെയോ പെണ്ണ് നുള്ളി പെറുക്കി കഴിച്ച് എഴുന്നേറ്റു. നടക്കും നേരം അവളുടെ കാലിടർന്നു കണ്ട് അവരാണ് പോയി താങ്ങി പിടിച്ചത്. സിദ്ധി! ഭയപ്പെട്ടുകൊണ്ടുള്ള വിളിയിൽ കാല് തട്ടിയതാണ് എന്ന് പറഞ്ഞവൾ പതിയെ പിടിച്ച് മുറിയിലേക്ക് പോയി. അതേസമയം മുന്നിൽ കാണുന്നവരെല്ലാം വഴക്ക് പറഞ്ഞും ബഹളമുണ്ടാക്കിയും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു വംശിയും ആ നേരം. പെണ്ണ് പറഞ്ഞ അഹങ്കാരത്തിന് അവളുടെ കവളടിച്ചെന്ന് കൊടുക്കാനുള്ള ദേഷ്യമുണ്ടായിരുന്നെങ്കിലും എന്തോ അവളെ ഒന്ന് നുള്ളി നോവിക്കാൻ പോലും ഇപ്പം തന്നെ കൊണ്ട് കഴിയില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് അന്ന് അത്രയും ദേഷ്യത്തിൽ ഇറങ്ങിപ്പോന്നത്. ഇവിടെ എത്തി ഇത്തിരി കഴിഞ്ഞപ്പോൾ മാത്രമാണ് അവളില്ലെങ്കിൽ തനിക്ക് ശ്വസിക്കാൻ പോലും കഴിയില്ല എന്ന് മനസ്സിലാവുന്നത്. അവന്റെ കണ്ണുകൾ അവൾ അയച്ച ഓരോ മെസ്സേജിലൂടെയും വെറുതെ പരതി നടന്നു. പ്ലീസ് വിച്ചേട്ടാ, സോറി വിച്ചേട്ടാ, എന്നോടൊന്ന് സംസാരിക്കേട്ടാ, ഞാൻ ഇല്ലാതായി പോകും എന്നുപോലെ തോന്നുക, പ്ലീസ് ഏട്ടാ. വോയിസ് മെസ്സേജുകളൊന്നും തുറന്നു പോലും നോക്കിയിട്ടില്ല. അറിയാം അവളെ, അവളുടെ ദേഷ്യവും വാശിയും ഒക്കെ കൊണ്ടാവും എന്തെങ്കിലുമൊക്കെ പെണ്ണ് വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവുക എന്നും അറിയാം.
അറിയാതെ കൈതട്ടി കേട്ട ഒന്നിലെ അവളുടെ കരച്ചിൽ തന്നെ വല്ലാതെ പൊള്ളി നീറ്റുന്നുണ്ടായിരുന്നു. നാശം പിടിക്കാൻ, ഇനി എന്തായാലും ഒരു ദിവസം കൂടി കഴിയാതെ ഇവിടെ നിന്നും അനങ്ങാൻ പറ്റില്ല. കയ്യിലിരുന്ന ഗ്ലാസ് ചുവരിലേക്ക് അടിച്ചു തകർക്കുന്നവനെ കണ്ടുകൊണ്ടാണ് പാർത്ഥൻ ഓഫീസ് മുറിയിലേക്ക് കയറി ചെല്ലുന്നത്. അവനോട് എന്തെങ്കിലും ഒന്ന് ചോദിക്കാൻ പോലും നിൽക്കാതെ പാർത്ഥൻ കയ്യിലിരുന്ന ഫയൽ ടേബിളിന് മുകളിൽ കൊണ്ടുവച്ചു. ഇത് ഇന്നും കൊണ്ട് തീർക്കാൻ പറ്റില്ലേ പാർത്ഥ? ആ ഫയലിൽ ഒപ്പിട്ടുകൊണ്ട് നിരാശയോടെ ചോദിക്കുമ്പോൾ അവനിൽ കുറച്ചു മുന്നേ ഉണ്ടായിരുന്ന ദേഷ്യമായിരുന്നില്ല, മറിച്ച് എന്തോ വലിയൊരു നിസ്സഹായാവസ്ഥയായിരുന്നു. ഇല്ലടാ, നാളെ മോർണിംഗ്. അതിൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫ്ലൈറ്റിൽ നീ നാട്ടിൽ പോക്കോ. ഒന്നും മിണ്ടാതെ അവൻ ടേബിളിലേക്ക് തല വെച്ചു. അതേസമയം ടേബിളിന് മുകളിൽ കണ്ട ഫോട്ടോയിലേക്ക് ഒന്ന് നോക്കിയാണ് പാർത്ഥൻ ഇറങ്ങിയത്. സിദ്ധിയും ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന വംശിയുടെ ഫോട്ടോ. പക്ഷെ അത് കണ്ടിട്ടും എന്തെങ്കിലും ഒന്ന് ചോദിക്കാനോ പറയാനോ പാർത്ഥൻ നിന്നില്ല. ഇനി ഒരിക്കൽ കൂടി അവന്റെ ജീവിതത്തിലേക്ക് തന്റെ തെറ്റായ തീരുമാനം കൊണ്ട് ഒരന്ധകാരവും വന്ന് മൂടരുതെന്നുള്ള വാശിയിൽ പാർത്ഥൻ ചെറിയൊരു പുഞ്ചിരിയുടെ ക്യാബിനിൽ നിന്നും ആ പറഞ്ഞോ കുറുപ്പേട്ട. ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെക്കും വഴി വംശി പറഞ്ഞു. അത് പിന്നെ കാര്യം പറ കുറുപ്പേട്ട. അവന്റെ ശബ്ദത്തിലെ ധൃതി മനസ്സിലാക്കി അയാൾ ഉമിനീരൊന്ന് വിഴുങ്ങി. ആ കൊച്ചിന് ഇന്നൊട്ടും വയ്യായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പൊക്കെ ഇട്ട് ഇപ്പൊ വീട്ടിലേക്ക് വന്നതേ ഉള്ളൂ. അത് കേട്ടതും വംശിയുടെ കൈമുഷ്ടി ചുരുങ്ങി. അവൾക്കെന്താ പറ്റിയത്? എത്ര വേണ്ടെന്ന് വെച്ചിട്ടും ദേഷ്യത്തിനും അപ്പുറം അവന്റെ ഉള്ളിലെ വിങ്ങൽ വല്ലാത്തൊരു പതറിച്ചയോടെ അയാളുടെ ചെവിയിലേക്ക് എത്തി. തളർച്ചയാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആഹാരമൊക്കെ കഴിക്കുന്നില്ലെന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു. മോന്റെ അമ്മയായിരുന്നു ഒപ്പം. അവനൊന്ന് മൂളിക്കൊണ്ട് സൈഡിലെ ചെയറിലേക്ക് അമർന്നിരുന്നു. ആ കൊച്ചങ്ങ് ഇല്ലാതായി കേട്ടോ മോനെ. പറ്റുമെങ്കിൽ മോനൊന്ന് വിളിക്കേ. ആ പറഞ്ഞതിനപ്പുറത്തേക്ക് മറുപടി ഒന്നും വരുന്നില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ കുറുപ്പ് ഫോൺ കട്ട് ചെയ്തു. സിദ്ധിയെ ചുറ്റിപ്പറ്റി എന്ത് കാര്യമുണ്ടെങ്കിലും അവനെ അറിയിക്കാൻ കുറുപ്പിനെ പറഞ്ഞേൽപ്പിച്ചിട്ടാണ് വംശി തിരിച്ചെത്തിയത്. അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കുറുപ്പിന് നേരിട്ട് ചോദിച്ചിട്ടില്ലെങ്കിലും പലപ്പോഴും അവളുടെ കാര്യങ്ങൾ അറിയാനും പലതും ഓർപ്പിക്കാനുമുള്ള അവന്റെ വിളിയിൽ നിന്ന് തന്നെ അറിയാമായിരുന്നു വംശിക്ക് സിദ്ധി ആരാകുമെന്ന്. ഈ നേരം കയ്യിലിരുന്ന ഫോണിൽ തന്റെ മാറിൽ കിടന്നുറങ്ങുന്നവളുടെ ഫോട്ടോയിലേക്ക് നോക്കിയിരിക്കുന്നവന്റെ കണ്ണ് അപ്പോഴേക്കും വല്ലാതെ ചുവന്നിരുന്നു. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥയുടെ അടുത്ത ഭാഗം അപ്പോൾ തന്നെ കിട്ടണമെങ്കിൽ നോട്ടിഫിക്കേഷൻ വരണ്ടേ? അപ്പം അതിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നന്ദി.